ഇയാളൊക്കെ ഉണ്ടായിട്ട് എന്തോ ഒരു ഉടായ്പ നടക്കുന്നില്ലേ? ഉടായ്പ മാത്രമല്ല, എന്തൊരു അവലക്ഷണക്കേടും ഉണ്ടല്ലോ. നന്ദനത്തിലെ കുമ്പിടീനെ പോലെ ഉണ്ടല്ലേ? ഞാൻ കാണും. ഇയാൾ ഇത്ര നേരിട്ട് കറങ്ങിയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ മൊത്തം 8 പേരുണ്ട്. അതെ പണിക്കരെ, മാഡത്തിനെയും കൂട്ടി 8 പേരുണ്ട്. പക്ഷെ മാഡം ഇപ്പൊ ഇവിടെ ഇല്ല, കോവിലിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ 8 പേരുണ്ട്. ഈ പണിക്കർ കണക്കിനെ കുറിച്ച് വീക്കാണെന്ന് തോന്നുന്നു. പണിക്കർ ഒന്നും കൂടെ എണ്ണി നോക്ക്, അപ്പൊ മനസ്സിലാവും. പണിക്കരെ 1, 2, 3, 4, 5, 6, 7 പേരേ ഉള്ളൂ. ഇനി പണിക്കരുടെ കൂട്ടിയിട്ടാണെങ്കിൽ മൊത്തം 8 പേരുണ്ട്. എങ്കിലേ 9 പേരുണ്ട്. ഇയാൾ എന്തി പറയണേ? ആദ്യം പറഞ്ഞു 8, ഇപ്പൊ താണ്ട പറഞ്ഞു 9. ഏതെങ്കിലും ഒന്ന് ഉറച്ചു പറ. എന്റെ പൊന്നു പണിക്കരെ, ഇവിടെ എത്ര പേരുണ്ടെന്ന് ഇവിടെ പ്രസക്തിയില്ല. പ്രശ്നം വെച്ചിട്ട് കാര്യം പറ. അതെ, ഇവിടെ രാവിലെ തൊട്ട് ഓരോ അനർത്ഥങ്ങളാ. അതെന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ പണിക്കറിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. പണിക്കരെ, എന്താണെന്ന് നോക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം. എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് വെച്ചിട്ട് പറയാം, ഇവിടെ നമ്മളെ കൂടാതെ ഒരാൾ കൂടെ ഉണ്ട്. ഈ ഒരാളെന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ അത് ആരാണെന്ന് പറയണം പണിക്കരെ. ദേഹവും ദേഹിയുമില്ലാത്ത ഒരു പുരുഷ ദുരാത്മാവിന്റെ സാന്നിധ്യം ഞാൻ ഇവിടെ കാണുന്നു. ദുരാത്മാവോ എന്ന് വെച്ചെന്താ? എന്നെയും കൂടെ പേടിപ്പിച്ചവനല്ല. പണിക്കരെ, അതൊന്ന് ഒഴിപ്പിക്കാനുള്ള എന്തെങ്കിലും പ്രവൃത്തി അതെനിക്കറിഞ്ഞൂടാ. എനിക്ക് പ്രശ്നം വെച്ചാ പ്രശ്നം എന്തെന്ന് പറയാൻ പറ്റും, അല്ലാതെ ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള പരിപാടിയൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അപ്പോഴേ പറഞ്ഞു ചാരു, ഇയാള് വൻ ഉടായ്പാണ്. ആ കൊച്ചെന്താ പറഞ്ഞു? ഉടായിപ്പെന്നാ? ഞാൻ പോണു കേട്ടോ. ഇതൊന്നും കേട്ടോണ്ട് ഞാൻ പിന്നെ ആ ഫ്രാൻസിസ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ പ്രശ്നം വയ്ക്കാൻ വന്നത്. പ്രശ്നം വയ്ക്കണം, വച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണ്. പോലെ പണിക്കറെ, അവള് അറിവില്ലായ്മ കൊണ്ട് എന്തോ പറഞ്ഞ. പ്ലീസ് ക്ഷമിക്കണം. ഇനി ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല. ഇൻസൾട്ടിങ് എനിക്ക് സഹിക്കത്തില്ല. ഇൻസൾട്ട് ആണ് പണിക്കരെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതെ പണിക്കരെ, ആ വിവരമില്ലാത്ത കൊച്ചുങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരവും അറിവും ഒക്കെ ഉള്ള പണിക്കരെ ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? തനിക്കെങ്കിലും മനസ്സിലായല്ലോ എനിക്ക് വിവരമുണ്ടെന്ന്. എനിക്കത് മതി. പക്ഷേ ഇവിടെ കയറിയിട്ടുള്ള ആള് ചില്ലറക്കാരനല്ല. ഏതെങ്കിലും നല്ലൊരു മന്ത്രവാദിയെ കൊണ്ട് ഇത് ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ മരണം വരെ സംഭവിക്കും. പിന്നെ വല്ലതുമൊക്കെ നടന്നിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ഇതിനകത്തൊന്ന് കേൾക്കട്ടെ. മനസ്സിലായല്ലോ? പിന്നെ നമ്മുടെ ഫീസ് എങ്ങനെ? GPay ആണോ അതോ നിങ്ങൾ ക്യാഷ് ആയിട്ട് തരുമോ? ഫീസാ? പിന്നെ ഓച്ചിനെന്ന് വിചാരിച്ചാ എത്ര പണിക്കര ഫീസ്? അവനെ കറക്കിയതും പ്രശ്നം വെച്ചതും എല്ലാം കൂടെ 2750 രൂപയായി വിത്ത് GST. 2750 ഗുണവേ. അത് കുഴപ്പമില്ല, കാശാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഇവിടെ കുറെ നേരമായിട്ട് തുടങ്ങിയില്ലേ? നിന്റെ കാശുണ്ടോന്നൊക്കെ അറിയാം. അത് വല്ല പാവപ്പെട്ട ആൾക്കാർക്ക് വല്ലതും കൊടുക്കും. എടാ പണിക്കരെ, താൻ ഇവിടെ വരെ വന്നോണ്ട് തനിക്കൊരു 1000 രൂപ തരും. അതിനുള്ള കറക്കൊക്കെ താൻ ഇവിടെ കറക്കിയിട്ടുള്ളൂ. 1000 രൂപ? ഇതിപ്പോ വേണ്ട, വഴക്ക് വേണ്ട. പൈസ ഞാൻ തരാം. 2000 ഇല്ലേ? 2, 3, 4 ഇതാ. നീ ഉണ്ട് ഏതോ സ്ഥലത്ത് പോകണം. പ്രശ്നങ്ങളാണ് എല്ലാടും. പൂവിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. ഇരുന്നോട്ടെ. എന്ത് എച്ചിയടിങ്ങേര്. ഇതിലും ബാർഗനിങ് ഒക്കെ നടക്കൂലേ? കാലം പോയ പോക്കേ. അമ്മാവാ, പുള്ളിനെ ചുമ്മാ പിണക്കി വിടണ്ടായിരുന്നു. എന്റെ ആളി അങ്ങനെ കണ്ട തന്നെ മനസ്സിലാവൂലേ? വന്നൂടായി ഫ്രഞ്ച് തടയ കണ്ടില്ലേ? അമ്മാവനെന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നത്?
അല്ല മക്കളെ, ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഇവിടെ ദുരാത്മാവ് വല്ലതും ഉണ്ടാവോ? ആ ഇവിടെ വെച്ച് സംഭവവികാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം എനിക്കും ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. എന്റെ പൊന്നമ്മാവ, നമ്മുടെ ഉള്ളിൽ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. അത് നീ പറഞ്ഞാൽ ശരിയാ. ആ അല്ല മക്കളെ, എനിക്കിവിടെ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോണെന്നൊരു തോന്നൽ. അമ്മാനും കൂടെ അങ്ങനെ പേടിക്കാതെ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താവും? പേടിയല്ല മക്കളെ, എനിക്കിവിടെ എന്തോ സംഭവിക്കാൻ പോണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അമ്മാവ പണിക്കര് പറഞ്ഞില്ലേ ദുരാത്മാവ് പ്രേതം ഇതൊക്കെ, അതിന്റെ പേടി അല്ലാണ്ട് ഇവിടെ വേറൊന്നും ഇല്ല. അല്ല അമ്മാവാ, നമുക്ക് ഈ പ്രേതത്തിന് കുറച്ച് കാശ് കൊടുത്തങ്ങ് ഒതുക്കിയാലോ? ഓ ഈ പെണ്ണിന് പേടിച്ചിട്ട് ഭ്രാന്തായെന്ന് തോന്നുന്നു. അമ്മാവാ, നമുക്കേ നമ്മുടെ പപ്പീനെ വിളിക്കാം. അവളാകുമ്പോ ഈ പാരനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതല്ലേ. പണിക്കര് പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലും ദുരാത്മാവ് ഉണ്ടെങ്കിൽ അവൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എന്ത് തോന്നുന്നു? അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണ്. എന്നാ മോളൊരു കാര്യം ചെയ്യും, പപ്പി മോളെ വിളിക്ക്. ആദ്യമേ ഇതങ്ങ് ചെയ്താൽ പോരായിരുന്നു. വെറുതെ പണിക്കരൊക്കെ വിളിച്ച് 2000 രൂപ കൊണ്ട് കൊടുത്തേക്കുന്നു. പോട്ട് മക്കളെ. പോട്ടെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിക്കായിരുന്നു. അത് കുഴപ്പമില്ല, ചിക്കൻ പണിക്കുള്ള പൈസ. പപ്പി വിളിപ്പോ. ഞാൻ പപ്പീനെ വിളിച്ചിട്ടുണ്ട്. പപ്പി വിളിക്കണോ? എന്തോടി കളിയാ, നീ അവളെ വിളിക്കുമ്പോഴേ ഇവിടെ നടന്ന ഒരു കാര്യം പറഞ്ഞ കളിയല്ലോ പറയണ്ടേ? എന്റെ പൊന്നളി, അവള് മറ്റേ പാരനോർമൽ മറ്റേ സ്റ്റഡീസ് ഒക്കെ നടത്തൂല്ലേ? കുറച്ചു മുന്നേ കബഡി നടത്തിയ ആള് പറഞ്ഞത് ഇവിടെ എന്തോ ഉണ്ടെന്നല്ലേ. അഥവാ ഉണ്ടെങ്കിൽ അവളെ തല വെച്ച് കണ്ടുപിടിക്കട്ടെ. അത് മതിടി. എങ്ങാനും നമ്മൾ എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞാ പിന്നെ അവൾ ആ കണ്ണിലേ കാണത്തുള്ളൂ. അപ്പൊ പറയണ്ടല്ലേ? വേണ്ടളിയാ. പിന്നെയുണ്ടല്ലോ, അവൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അവളുടെ മറ്റേ യന്ത്ര സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പൊക്കും. പിന്നെയുണ്ടല്ലോ അളിയാ, അവൾ അഥവാ എന്തെങ്കിലും കണ്ടുപിടിച്ച ഞാൻ പിന്നെ ഭയങ്കര വിശ്വാസിയാവൂട്ടാ. കൊള്ളാം, അതിലേക്ക് എന്റെ സംസാരം പൊളിച്ച് നൈസ് ആറ്റിറ്റ്യൂഡ്. എന്താന്ന്? അല്ല, സെലിൻ സംസാരിക്കുമ്പോഴേടി ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡ്, ആ സംസാരത്തിന് ആ ഒരു ഇതുണ്ടല്ലോ, ഭയങ്കര നൈസറങ്ങ്. വിചാരിക്കുന്ന ആള് ഞാൻ നിഹിഹേ കേട്ടോ. വിളിച്ചോണ്ടിരിക്കണ്ട, പപ്പീനെ വിളിക്ക്. വിളിച്ചോണ്ടിരിക്കുക അവള്. ഹലോ, ആ പപ്പി എവിടെ? നീ ആണാ? ഇന്ന് ഫ്രീ ആണോ? നീ ഇങ്ങോട്ട് ഇറങ്ങ്. ഇല്ലില്ല, ആരെയും ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നുമില്ല, ചുമ്മാ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്നൊന്ന് നമുക്ക് ഒന്ന് കൂടാം. ആ ഓക്കേടാ, ശരി ശരി, വായോ. എന്താ പറഞ്ഞു? അവള് പെട്ടെന്ന് വരാന്ന് പറഞ്ഞു. ആ ഡേയ്, പപ്പീനെ വിളിച്ചിട്ടുണ്ട്. അവൾ ഇപ്പൊ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവളത് പറഞ്ഞിട്ടില്ല. എങ്ങാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്കത് അറിയാൻ പറ്റുമല്ലോ. പറ്റും. ഓക്കെ, അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നും വാ തുറന്ന് അവളത് പറയാൻ നിൽക്കരുത്. ഞാൻ ഒന്നും പറയത്തില്ല. എനിക്ക് നിന്നെ മാത്രമേ സംശയമുള്ളൂ. വാ തുറന്നൂല്ലോ കേട്ടല്ല. ഞാൻ എന്തോന്ന് പറയത്തില്ല. അങ്ങനെ പറയണ്ട. കാശുണ്ടായിരുന്ന 3-4 ബിയർ എടുത്തിട്ട് അടിച്ച് പപ്പിയും കൂടെ വരുന്നതല്ലേ, കഥയൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. 3-4 ബിയറാക്കുന്നതിന് ഒരു 5-6 കേസൊക്കെ വാങ്ങിച്ചോ? ആണാ? 5-6 കേസ് വാങ്ങിച്ചു തരാൻ നിന്റെ അച്ഛൻ ജാക്സൺ ഏലിയാസ്റ്റാക്കി പൈസ കൊണ്ടുവരുമോ? ചാരു, എന്റെ ഡാഡിയെ പറഞ്ഞ എന്റെ ഡാഡി അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. ജാക്സനെ സ്റ്റെഫി ജാക്സൺ തരും പൈസ. ഡീ പെണ്ണേ, നിനക്ക് എത്ര അയച്ചു തന്നു എന്റെ ഫ്രണ്ട്? അല്ല, ഇത്രയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാശ് അയച്ചു കൊടുത്താണല്ലോ അല്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്നതാവും ബുദ്ധി, അല്ലെങ്കിൽ വിളമാരെ എന്നെ കയ്യോടെ പൊക്കും. 1 ലക്ഷമോ? 1 കോടി ആവാനേ ചാൻസ് ഉള്ളൂ. 1 കോടിയാ? അല്ല, ഒന്നും ഞാൻ ഉദ്ദേശിച്ചത് ഒരു 10,000 രൂപ, അത്രേ ഉള്ളൂ. 10,000? ഈ 10,000 രൂപക്കാണ് ഇത്ര വലിയ ജാട കാട്ടി നീ. അയ്യേ, ബിയർ അടിക്കാൻ എല്ലാവർക്കും മൂടുണ്ടോ? ബിയറോ? മൂടുണ്ടോന്നൊക്കെ ചോദിച്ച് ഉണ്ട്, കുഴപ്പമില്ല. അല്ല, നിനക്കുണ്ടോ? എനിക്കുണ്ട്. എനിക്കും ഇല്ലാതില്ല. എനിക്കൊക്കെയാണ്. ഞാൻ സെറ്റാണ്. എന്നോട് തന്നെ ചോദിക്കണ്ട. അപ്പൊ എല്ലാരും ഓക്കെ. എന്തായാലും ടെൻഷനിലിരിക്കുമല്ലേ, ബിയർ അടിച്ചു നോക്കാം. അമ്മാവിന്റെ അടുത്ത് നൈസായിട്ട് ചോദിച്ചു നോക്കാം, വാങ്ങിച്ചു തരുമോന്ന്. ബിയറൊക്കെ അടിച്ചിട്ടേ നമുക്ക് ഊജോട് കളിക്കും. അത് നല്ല അയ്യോ, അത് വേണ്ട, എനിക്ക് പേടിയാ.
എനിക്ക് പേടിയാ. എങ്ങാനും ഇവിടെ അങ്ങനെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു നിമിഷം വീട്ടിൽ നിൽക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോവാ നീ? ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. നീ എവിടെ ഓടിയാലും രക്ഷപ്പെടും തോന്നില്ല അളിയാ. അഥവാ ഇവിടെ എന്തെങ്കിലും ബാധ ഉണ്ടെങ്കിൽ അത് നിന്റെ ദേഹത്തെ കയറും. സത്യമായിട്ട് അവള് പറഞ്ഞത്. എനിക്ക് അങ്ങനെ തന്നെ കാണും. നിന്റെ ഈ ചാരിത്തല കാണും. എടി താഴെ നിന്നുള്ള സൗണ്ട്. ഇവിടെ എന്താ സൗണ്ട് കേട്ടത്? ഞങ്ങൾ വിചാരിച്ച അവിടുന്ന് ഇവിടെ നോയിട്ട് നമ്മ കേട്ടില്ല. അല്ല, ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന്. അല്ല ഞങ്ങൾ വിചാരിച്ച അമ്മാവൻ എന്തെങ്കിലും പറ്റിയത്. എനിക്കൊന്നും പറ്റിയില്ല. താഴെ നിന്നുള്ള സൗണ്ട് കേട്ടത്. എന്നിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ. അയ്യോ പിന്നെ എന്താ അയ്യോ എന്താ മാഡം എപ്പോ എത്തിയ? ഞാൻ കുറച്ചു നേരമായി. ഞങ്ങള് ഒരു സൗണ്ട് ഇട്ടിട്ട് ഓടി വന്നതാ. ഞാനും സൗണ്ട് കേട്ടിട്ടാ വന്നത്. എന്താ ജയ ഇത്? മാഡം, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മാഡം. അതുകൊണ്ട് ദിവ്യമോള് കൈ മുറിഞ്ഞു. അതുപോലെ നമ്മളെ രണ്ടുപേരെ ഷോക്ക് അടിച്ചില്ലേ? അതുപോലെ സ്റ്റെവിമോള് അകത്ത് കയറി വെള്ളം നോക്കിയപ്പോഴ് അതിലേക്ക് രക്തമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു, അഗ്നി ഫ്രാൻസിസ്. അപ്പൊ അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോഴ് അവ ഒരു ജോൾസിനെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചു. അപ്പൊ ജോൾസിയോട് വന്നിട്ട് കബഡിയൊക്കെ വെച്ച് നിർത്തി നോക്കിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു? മാഡം ഇവിടെ നമ്മളല്ലാതെ വേറെ ഒരാളൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ അല്ല മാഡം പേടിക്കണ്ട. അപ്പൊ ഞാൻ ഉടനെ തന്നെ ചാരിമോളോട് പറഞ്ഞു, നേരത്തെ ഇവിടെ വന്നിട്ട് ഒരു കൊച്ച് ബാധയൊക്കെ പിടിക്കണേ, ആ കൊച്ചിന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ എപ്പോ എത്തോടി പപ്പി മോള്? ഞാൻ വിളിച്ചു, അവള് പെട്ടെന്ന് വരാന്നാ പറഞ്ഞെ. പിന്നെ ഇവരെന്റെ അടുത്ത് പറഞ്ഞു തൽക്കാലം പപ്പി വരുമ്പോ ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറയണ്ടാന്ന്. അവളായിട്ട് തന്നെ കണ്ടുപിടിക്കട്ടെ. സത്യം മോളെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. നമ്മളായിട്ടൊന്നും പറയണ്ട. മാഡം ഈ പ്രത്യേകിച്ച് 8 മണിക്ക് ശേഷം പുറത്തങ്ങനെ ആരും ഇറങ്ങാൻ പാടില്ല. അത് തന്നെ. 8 മണിക്ക് ശേഷം നിങ്ങൾ തന്നെ പെൺകുട്ടികളാണ് കേട്ടോ. 8 മണിക്ക് ശേഷം ആരും നടക്കണ്ട. എല്ലാരും നോക്കിക്കൊള്ളണം കേട്ടോ. എന്തൊക്കെയാണോ നടക്കുന്നത്. പിന്നെ ആ കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അങ്ങോട്ടൊന്നും പറയാൻ പോണ്ട. അവളായിട്ടെല്ലാം പറയട്ടെ. ഓക്കെ, ഞാൻ മുറിയിലോട്ട് പോട്ടെ. മാഡം മുറി ഇറങ്ങിയാ വേണ്ടട്ടാ. ഇല്ല, ഇറങ്ങില്ല. ശ്രദ്ധിച്ചോളണം കേട്ടോ. ശ്രദ്ധിക്കാം മാഡം. നോക്കിക്കൊള്ളണേ. അല്ല, നിങ്ങളെന്ത് 8 മണിക്ക് ശേഷം പുറത്തോട്ടൊന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞു? എന്റെ അമ്മാവാ കുപ്പി വാങ്ങിക്കാൻ വേണ്ടിട്ട് അവരുടെ ഫ്രണ്ട് വെച്ച് പറയാൻ പറ്റുമോ? മനുഷ്യനെ പേടിപ്പിച്ചിറങ്ങല്ല. പിന്നെ ഇവിടെ നിന്ന് പറയാൻ ഞങ്ങൾക്ക് അതെ, അതിൽ അവര് പോവാൻ വേണ്ടി ഞങ്ങള് ആ തന്ത്രം ഉപയോഗിച്ചു. നിങ്ങൾക്കൊന്നും ഒരു പേടിയില്ലേ? പേടിയുണ്ട്. അതിനാണല്ലോ കുപ്പി പിടിക്കാൻ പറയുന്നത്. പിന്നെ ഇന്നാണെങ്കിൽ എല്ലാരും കൂടി എത്തണില്ലേ? നമുക്ക് അതൊക്കെ അടിച്ച് നമുക്ക് കുറച്ച് ചില്ലായിട്ടൊന്ന് ആലോചിക്കാം. ശരി, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വാങ്ങിച്ചോണ്ടതൊക്കെ വരാം. പക്ഷേ ഞാൻ ഗേറ്റ് വരെ വാങ്ങിച്ചോണ്ട് വരുള്ളൂ. അതിനപ്പുറം നിങ്ങൾ അകത്തോട്ട് ആയിക്കോണം. അതിനപ്പുറം ഞാൻ മഞ്ചണം. അറിയാലോ, മാഡം എല്ലാം അറിയാലോ. എല്ലാത്തിനും തൂക്കി വെളി ഇറക്കി. ഓക്കെ. ഒന്നാമത് ഇവിടെ ആവശ്യമില്ലാതെയും പ്രശ്നം കൊണ്ട് അടക്കാണ്. കുപ്പി മാത്രം പോലെ എന്തെങ്കിലും കടിച്ചു പിടിക്കാൻ വാങ്ങിക്കാം, എന്തെങ്കിലും വാങ്ങിക്കാം. ഷവായി കിട്ടി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. അൽഫാമനെ സൂപ്പർ. ഒന്ന് നിർത്തോ. ചിക്കൻ ഫ്രൈ. എന്റെ ദൈവം, ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കും. മര്യാദ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അണ്ണാ അണ്ണാ അണ്ണാ, എന്ത് മക്കളെ? മാഡം ഓടുവാ ഓടുവാ. എന്താ? അണ്ണാ അണ്ണാ, മാഡം ഓട്. അയ്യോ എന്താ ഇത്? അണ്ണാ, ഹലോ. അയ്യോ അപ്പ എന്നാ പറ്റി? മോളെ ചാരുമോളെ കുറച്ച് വെള്ളം എടുത്തോണ്ടാ. മോളെ ഓടി വാ, വെള്ളം എടുത്തിട്ട് വാ. എന്താ മാവാ? കുറച്ച് വെള്ളം എടുത്തോ. വെള്ളം. അണ്ണാ, അയ്യോ അയ്യോ, ഇതെന്ത്? പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. കുറച്ച് വെള്ളം. ഒഴുക്കി കൊടുക്ക്, മുഖത്തിട്ട് മുഖത്ത് ഒഴിച്ചു കൊടുക്ക്. അണ്ണാ 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 അണ്ണാ, നോക്കി എണീക്ക് എണീക്ക് എന്നക്ക് എന്നക്ക്. ആ എണീക്ക്. എന്താ പറ്റിയേ? രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു മാഡം. കഴിച്ചാ? പിന്നെ എന്താ ഇങ്ങനെ? ഞാൻ ഈ പത്രത്തിന്റെ കാശ് വാങ്ങാൻ വന്നിട്ട് തിരിഞ്ഞതേ ഓർമ്മയുള്ളൂ. ആണോ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട കൊണ്ടുപോണോ? വേണ്ട, പൊയ്ക്കോളാം, ഞാൻ പൊയ്ക്കോളാം. ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിൽ ഞാൻ പത്രത്തിന്റെ കാശ് പൈസ തന്നിട്ടുണ്ടോ? എടുത്തു കൊടുക്ക്. പോകുമ്പോ ആശുപത്രിയിലേക്ക് പോകണം കേട്ടോ. ആ ശരി. സൂക്ഷിക്കണേ, ഓ, ശ്രദ്ധിക്കണേ. പോകുന്ന വഴിക്ക് എന്താ കഴിച്ചിട്ട് പോ. ജയ, അയാൾക്ക് എന്ത് പറ്റി? അതിവിടെ വീണ് കിടക്കായിരുന്നു. ആടി വല്ല പ്രഷർ വേരിയേഷൻ വല്ലതും ആയിരിക്കും. അല്ല, നെറ്റിയൊക്കെ മുറിഞ്ഞിരിക്കുന്നു. അതാ ചോദിച്ചു. വീണാ പിന്നെ നെറ്റി മുറിയില്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞതാ, വേണ്ടാന്ന് പറഞ്ഞു ചേട്ടൻ. അല്ല, എല്ലാവരുടെയും മുഖം എന്താ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നത്? അയ്യോ, നമ്മുടെ മുറ്റത്ത് ഒരാൾ ബോധം കെട്ട് വീണ് കിടക്കുമ്പോ പിന്നെ നമ്മള് ടെൻഷനായി പോവൂലേ? ആ, ഒരു കാര്യം ചെയ്യ്,
മതി മതി, എല്ലാരും വീട്ടിലകത്തോട്ട് പോ. അതെന്താ ഇപ്പൊ ഇവിടെ നിന്നാ? അതെ, ഇവിടെ സന്ധ്യ ആകുമ്പോ ഭയങ്കര കൊതുക. അകത്തോട്ട് പോകാം, നടക്കുക. കൊറേ നാളായില്ല നമ്മളിങ്ങനെയൊക്കെ കൂടിയിട്ട്. സത്യം ഇപ്പഴാണൊന്ന് കളറായതല്ലേ? അല്ല, നമ്മളെ അമ്മാനെന്താ നിങ്ങൾ വിളിക്കാത്തെ? അമ്മാവൻ ഉക്കുനെ പഠിച്ച് ദൂഷിയിലൊക്കെ നിർത്തിയെന്ന്. ഓ, അല്ലെങ്കിൽ അമ്മാവൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുവല്ലേ, പിന്നെ വല്ലപ്പോഴും അടിച്ചു പൊടിയാണോ? ഞാൻ എന്തായാലും സെലിനോട് ഫസ്റ്റ് ടൈം അടിക്കുന്നത്. ആണോ? പിന്നെ അല്ലാണ്ട് ഇനിയിപ്പോ സ്ഥിരമായിട്ട് അടിക്കാമല്ലോ അല്ലേ? അപ്പൊ എനിക്ക് എല്ലാരും ചേസടിച്ച് എല്ലാം അടിച്ച് ചാവ്. ഇവളെന്തോന്ന് മിണ്ടാണ്ടിരിക്കുന്നേ? പപ്പിയെ എന്ത് പറ്റി? ആ, നമുക്കേ എല്ലാവർക്കും കൂടെ ഒരു ഗെയിം കളിച്ചാലോ? ഓജോ ബോർഡ്. അയ്യോ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്നത് തെളിപ്പതി. എടി അതിന് ഓജോ ബോർഡ് എന്തിയേ? ഓജോ ബോർഡ് എടി, എന്റെ ഷൂട്ടിന്റെ ആവശ്യത്തിനുള്ള ഓജോ ബോർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റില്ല? ഓജോ ബോർഡ് ഉണ്ടോ? എന്നാ സെറ്റ് വാ. സി, ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും പാനിക് ആവരുത്. പിന്നെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും സൈലന്റ് ആയിരിക്കണം. ആരും കൺഫ്യൂസ്ഡ് ആവാനും പാടില്ല. മനസ്സിലായോ? ഓക്കെ, then let's start. Good spirit, please come. 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 ഞാൻ ഈ പറയുന്നത് എല്ലാവരും മനസ്സിൽ പറയണേ. ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണേ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. What's your name? ഈ പറഞ്ഞോടെ കേട്ടിട്ടുണ്ട്. Tell me, how did you die?
കൂൾ കൂൾ കൂൾ, ഡോണ്ട് ബി പാനിക്. ആത്മാവ് ഇപ്പൊ ഇവിടെ നിന്ന് പോയിരിക്കുക. നിനക്കെങ്ങനെ ഇയാൾ അറിയാന്ന് പറഞ്ഞത്? ശരി, ഞങ്ങളന്ന് നിന്റെ ലൊക്കേഷനിൽ വന്നില്ലേ? അത് ഞാൻ ടൊവിനോ എന്ന് പറഞ്ഞ ഒരാളുടെ പുറകെ പോയിട്ട് ചമ്മിട്ട് വന്ന് ഓർക്കുന്നുണ്ടോ? അയാളുടെ പേര് മുരുകദാസ് അയാൾ പറഞ്ഞത് എന്റെ അടുത്ത്. എടി ഇയാളും തമ്മിൽ എന്താ ബന്ധം? ഇടി ബന്ധമുണ്ട്. ഇവളെ കണ്ട് പേടിച്ചാൽ ആത്മഹത്യ ചെയ്ത് പ്രേതായിട്ട് വന്നായിരിക്കും. അതിന് ചാൻസ് ഉണ്ട് കേട്ടോ. എന്റെ പൊന്നു ടീന, ഐ എം സീരിയസ്. എന്റെ സ്റ്റെഫി, എനിക്ക് നിന്നോട് അതാ പറയാനുള്ളത്. ഈ സമയത്തല്ലേ ഒരു കഥ പറയാനുള്ളത്. എന്റെ ജെനിൻ തമാശ പറഞ്ഞല്ലേ, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. നിങ്ങക്ക് വിശ്വസിക്കണോ? എന്റെ തെളിവുണ്ട്. നിങ്ങൾ എന്ത് തെളിവുള്ളത്? അന്ന് അയാളുടെ അടുത്ത് സെൽഫി എന്റെ കയ്യിലുണ്ട്. കാണിക്കുന്നു സെൽഫി. ഹലോ, നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ചുമ്മാ നടന്ന് ബഹളം വെക്കാണ്ട് അങ്ങോട്ട് മാറി എന്തെങ്കിലും പറ. ഇവിടെ ബാക്കിയുള്ള കാര്യം നോക്കട്ടെ. ഞാനിവിടെ വന്നപ്പോൾ തൊട്ടേ ഇവിടെ എനിക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കാൻ വേണ്ടി തന്നെയാ ഈ ഓജോ ബോർഡ് ഗെയിം കളിക്കാന്ന് പ്ലാൻ ചെയ്തത് തന്നെ. അല്ല, പപ്പ എന്തായി പറഞ്ഞു പറഞ്ഞേ? സീരിയസ്ലി ഇവിടെ ഒരു ആത്മാവിന്റെ പ്രസൻസ് ഉണ്ട്. മുരുകദാസ്. എന്തുവാടി? എന്താ കാര്യം പറഞ്ഞേ? അയാളുടെ അടുത്ത് സെൽഫിയാ, പക്ഷെ അയാളെ കാണുന്നില്ല ചേരോ.